ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ എന്നതാണ്. ഓരോ പാഠഭാഗത്തിൻ്റെയും പഠന പ്രവർത്തനങ്ങളും നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ കൈകൾ എന്നാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിൻ്റെ നെയിം. ഇതിൽ താഴെയായിട്ട് ഒരു കവിതയിലെ 2 വരികൾ തന്നിട്ടുണ്ട്. തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ കവിതയിലെ വരികളാണ് ഇവിടെ തന്നത്. തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ തരിശു നിലങ്ങൾ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ തന്ന 2 വരികൾ. മടി കൂടാതെ പാടങ്ങളിൽ അധ്വാനിക്കുന്ന മനുഷ്യരെയാണ് കവി ഈ വരികളിൽ അവതരിപ്പിക്കുന്നത്. മടിയൊന്നുമില്ലാതെ പാടങ്ങളിൽ അധ്വാനിക്കുന്ന മനുഷ്യരെയാണ്. അലസതയില്ല പാടങ്ങളിൽ, മടിയില്ല, അലസതയില്ല പാടങ്ങളിൽ വന്നലതല്ലുകയാണ് അധ്വാനം. ഒരു മടിയൊന്നുമില്ലാതെ അലസതയില്ലാതെ അധ്വാനിക്കുന്ന മനുഷ്യരെയാണ് ഈ വരികളിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രം എന്താണ് സൂചിപ്പിക്കുന്നത്? മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടുണ്ടായ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ അധ്വാനിച്ചുണ്ടായ പുരോഗതിയിലാണ് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലെത്തിയത്. ആ ഒരു കാലഘട്ടം അതാണ് ഇതിൽ സൂചിപ്പിച്ചത്. നമ്മൾ വന്ന വഴിയാണ്. ആദ്യം കല്ലുകൊണ്ട് അധ്വാനിച്ചു, ദെൻ ചക്രം കണ്ടുപിടിച്ചു, ദെൻ മനുഷ്യരെന്താണ് കൃഷി ചെയ്യാൻ തുടങ്ങി, പിന്നെ അത് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തി. മനുഷ്യരുടെ അധ്വാനം മൂലമാണ് അവർ ഈ യുഗത്തിലേക്ക് എത്തിയത്. അത് സൂചിപ്പിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഘട്ടങ്ങളാണ് ഇവിടെ തന്നത്. മനുഷ്യൻ്റെ കൈകൾ എന്നതിലെ ആദ്യത്തെ പാഠഭാഗമാണ് കുഞ്ഞനുറുമ്പും കുട്ടിയോളും. കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്നുള്ള ഒരു കവിതയുണ്ട്. MV മോഹനൻ എഴുതിയ തപ്പ് കുടുക്കയിൽ എന്തുണ്ട് എന്നതിലെ ഏതാനും ചില വരികളാണ്. ആദ്യം നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്നതിൻ്റെ കവിതയുടെ ആശയമാണ് താഴെ തന്നിട്ടുള്ളത്. ഇത് വ്യക്തമായിട്ട് ഞാൻ വിശദീകരിക്കുന്നതാണ്. ആദ്യം നമുക്ക് ആശയം എന്താണെന്ന് നോക്കാം. കുഞ്ഞനുറുമ്പും കെട്ടിയോളും കുട്ടികളും അധ്വാനിച്ച് പണിതുയർത്തിയ വീട് ആരോ തകർത്തു. കുഞ്ഞനുറുമ്പിൻ്റെ മുട്ടകളും ശേഖരിച്ചു വെച്ച അരിമണികളും എല്ലാം ചിന്നിച്ചിതറിപ്പോയി. ഉറുമ്പും അതിൻ്റെ ഭാര്യയും കെട്ടിയോളും കുട്ടികളും എല്ലാവരും കൂടി ഭയങ്കര അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട് എന്താണ് ആരോ തകർത്തിട്ടുണ്ട്, പൊളിച്ചു. അപ്പോൾ അതിലുള്ള മുട്ടകളെല്ലാം എന്താണ് ചിതറിപ്പോയി. അപ്പോൾ ഉറുമ്പും കൂട്ടുകാരും ആരാണ് വീട് തകർത്തത് എന്നറിയാൻ പല ഭാഗത്തേക്കായി ഓടി. ആളെ കിട്ടിയപ്പോൾ കാലിൽ ഒരുപാട് കടിച്ചു. അവരുടെ കൂട് തകർത്തതിന് പ്രതികാരം എന്ന പോലെ. ഇപ്പോൾ കൂട് തകർത്തത് കൊണ്ടാണ് അവർ കാലിൽ കടിക്കുന്നതല്ലേ. ഇപ്പോൾ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തവർ ഒരു കാര്യം ഓർക്കണം എന്ന് കവി പറയുന്നുണ്ട്. ആ കൂടുണ്ടാക്കാൻ അവർ ഒരു കുന്നോളം അധ്വാനിച്ചിട്ടുണ്ട്. വീടുണ്ടാക്കണമെങ്കിൽ നല്ലോണം അധ്വാനം ഉണ്ടാവില്ല. അതൊരു വീടാക്കി മാറ്റാൻ മലയോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ചവിട്ടി തകർക്കുന്നത് ഉറുമ്പുകളുടെ വീട് മാത്രമല്ല, അവരുടെ അധ്വാനം കൂടിയാണ്. നമ്മൾ ചവിട്ടുമ്പോൾ ആ വീട് മാത്രമല്ല, അവരുടെ അധ്വാനം കൂടിയാണ് തകരുന്നതെന്നാണ് ഈ കവിതയിൽ കവി ഉദ്ദേശിക്കുന്നത്. ആദ്യം ആശയം വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇനി കവിത വായിക്കുമ്പോൾ ആ ആശയം വേഗം മനസ്സിലാകില്ലേ. അപ്പോൾ കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്നാണ് കവിതയുടെ പേര്. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ അതിലെന്താണ് കുന്നോളം കുറിയരി കൂമ്പാരമുണ്ട്. അതായത് അരിമണി പോലെ, അതായത് അതിൻ്റെ മുട്ടകളില്ലേ, ഉറുമ്പിൻ്റെ മുട്ടകൾ നിങ്ങൾ അരിമണി പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരമുണ്ട് അതിൽ. കൂട് തകർത്തൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. അപ്പോൾ കൂട് തകർത്തപ്പോൾ അവൻ്റെ കുട്ടിയോളും കെട്ടിയോളും ഭാര്യയും എല്ലാം എന്താണ് പൊടിപൂരമാക്കാൻ തുടങ്ങി. കൂട് തകർന്നു. കൂട് തകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം. കൂട് തകർത്തത് ആരാണെന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങിയല്ലേ. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞ് കടിക്കുന്നു. അവരെന്താണ് കുട്ടികളും കെട്ടിയോളും എല്ലാവരും എന്താണ് കൂട് തകർത്തത് ആരാന്ന് പറഞ്ഞിട്ടാണ് കടിക്കുന്നത്. അവരോരോരുത്തരായിട്ട് കടിക്കാൻ തുടങ്ങി. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തവർ ആരായാലും അവരെന്തറിയണം? കവി പറയാണ്, കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം, വീടാക്കി മാറ്റാൻ മലയോളം. കൂട് തീർക്കാൻ എന്താണ് കുന്നോളം ത്വരമുണ്ട്. അതായത് ത്വരം എന്ന് പറഞ്ഞാൽ പണി, ജോലി, നല്ലോണം അധ്വാനമുണ്ട് കൂടുണ്ടാക്കാൻ. കുന്നോളം അധ്വാനിച്ചിട്ടുണ്ടെന്ന് പറയാനല്ലേ കവി. കൂട് തകർക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, ആ കൂടുണ്ടാക്കാൻ അവർ കുന്നോളം അധ്വാനിച്ചിട്ടുണ്ട്. കുന്നോളം അധ്വാനമുണ്ട്, ജോലിയുണ്ട്, ആ വീടാക്കി മാറ്റാൻ എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഇതാണ് കവിതയുടെ ആശയം. ആശയം വ്യക്തമാക്കിയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഓരോ പാഠപ്രവർത്തനങ്ങളും നോക്കാം. പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഫസ്റ്റത്തെ ചോദ്യം, കൂട്ടുകാരും ടീച്ചറും ഒത്ത് ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കൂ. അത് നിങ്ങൾക്ക് ചൊല്ലാനുള്ള പ്രവർത്തനമാണ്. ഈ കവിത ഒന്ന് ചൊല്ലി നോക്കുക. രണ്ടാമത്തേത്, വരികൾക്ക് ചേർന്നൊരു വായ്ത്താരി കണ്ടെത്താമോ. വരികൾക്ക് ചേർന്നൊരു വായ്ത്താരി. ഇങ്ങനെ ഒരു വരി നമുക്ക് ഇതിനുള്ള കവിതയ്ക്ക് ചേരില്ലേ. തിന്തക 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 തിന്താരോ. ആ കവിതയ്ക്ക് ചേരില്ലേ. ഇടയിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന വരികളല്ലേ തിന്തക തിന്തക എന്നുള്ള. ആ കവിതയ്ക്ക് കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന് പറഞ്ഞ കവിതയ്ക്ക് ഈ വായ്ത്താരി ചേരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണിത്.
മൂന്നാമത്തെ ചോദ്യം, കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിനു പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല. താളത്തിൽ ചൊല്ലാനും പറ്റും. ഇവിടെ കുറിയരി എന്നു തന്നെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ചർച്ച ചെയ്യൂ. കവിതയിൽ കുന്നോളം കുറിയരി കൂമ്പാരം എന്നാണുള്ളത്. അതിന് പകരം കുന്നോളം ചെറിയരി കൂമ്പാരം, അല്ലേ? ഈ കുറിയരി കൂമ്പാരം എന്നുള്ളതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ചെറിയരി കൂമ്പാരം. ഇങ്ങനെ വേണമെങ്കിലും കവിതയിൽ എഴുതാമായിരുന്നു. ഇതിനെ കുറിയരി കൂമ്പാരം തന്നെ എഴുതിയത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അതിനെന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ്. കുന്നോളം ചെറിയരി കൂമ്പാരം എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഒരു രസമില്ലല്ലേ കേൾക്കാൻ. കുന്നോളം കുറിയരി കൂമ്പാരം രണ്ടും കാ ആവുമ്പോൾ നമുക്കെന്താണ്, അത് കേൾക്കുമ്പോൾ അത് പാടാൻ തന്നെ അല്ലേ, കവിത ചൊല്ലുമ്പോൾ ഒരു രസമുണ്ടല്ലേ, ഭംഗിയുണ്ട് അല്ലേ. കുന്നോളം ചെറിയരി കൂമ്പാരം എന്നുള്ളതിനേക്കാളും ഭംഗി ഏതിനാണ്? കുന്നോളം കുറിയരി കൂമ്പാരം എന്ന് പറയുമ്പോഴാണ്. കുറിയരി എന്ന് തന്നെ വരുമ്പോൾ പദങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ആവർത്തിക്കുന്നു. ഇത് കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു അല്ലേ. ആദ്യത്തെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കുന്നോളം കുറിയരി അല്ലേ, കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കവിതയ്ക്ക് എന്താണ്, അത് കൂടുതൽ ഭംഗി നൽകുന്നു അല്ലേ. അതുകൊണ്ടാണ് കാ വെച്ചിട്ട് എഴുതുന്നത്. ഇതേപോലെ കുറേ കവിതകളുണ്ട്, നമുക്ക് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ? കണ്ടെത്തൂ. അല്ലെ, അക്ഷരങ്ങൾ ആവർത്തിച്ചിട്ട് ഭംഗിയാക്കിയ വരികൾ വേറെ ഏതൊക്കെയാണുള്ളത്? കൂട് തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. അല്ലേ, ഈ കവിതയിൽ എന്താണ്, അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ. കൂട്, കുഞ്ഞനുറുമ്പ്, കുട്ടിയോള്, കെട്ടിയോള് അല്ലേ, ഒക്കെ കാ വെച്ചിട്ട് കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവർത്തിച്ച് വരുന്ന വരികളാണിത്. അടുത്ത വേറൊരു വരി, കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കൂട്ടുകാരിന്നൊന്നറിയണം അല്ലേ. കുഞ്ഞനുറുമ്പ് കൂട് കൂ എന്ന് പറഞ്ഞിട്ട് കാന്ന് ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ആ കവിതൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലേ. കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടല്ലേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്ത് ചൊല്ലൂ. അല്ലേ, എങ്ങനെ അക്ഷരം ആവർത്തിക്കുന്ന, ഈ കവിതയിലുള്ളതുപോലെ തന്നെ കുഞ്ഞനുറുമ്പ് കുട്ടിയോളും കെട്ടിയോളും എന്നൊക്കെ പറയുമ്പോൾ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ടല്ലേ, കാക്കാന്ന്. അങ്ങനെ ആവർത്തിച്ച് വരുന്ന കുറച്ച് കവിതകൾ ടീച്ചറുടെ സഹായത്തോടെ ചൊല്ലി നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വരുന്ന കുറച്ച് വരികളാണല്ലേ. ഈ പാട്ടെല്ലാവർക്കും അറിയാം. കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്, അഞ്ചാമൻ ഓമന കുഞ്ചുവാണ് അല്ലേ. ഇഞ്ചാഞ്ചാന്ന് ആവർത്തിച്ച് വരുമ്പോൾ അത് രസമാണ് കേൾക്കാനല്ലേ. ആ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവിതയിൽ ഒരേ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നത്. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു, വഞ്ചിയിൽ പഞ്ചാര ചാക്ക് വെച്ചു, തുഞ്ചത്തിരുന്നു തുയഞ്ഞു കുഞ്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു അല്ലേ. ഇഞ്ചാഞ്ചാന്ന് വെച്ച് വരുമ്പോൾ ഒരു രസമാണ് കേൾക്കാനല്ലേ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കവിതയിലും അതേപോലെ. അപ്പം അതുപോലുള്ളൊരു കവിതയാണിത്. അതുപോലെയുള്ള വേറൊരു കവിതയാണിത്. പൂച്ച നല്ല പൂച്ച, ചാന്ന് വരുന്നുണ്ടല്ലേ, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ചാന്ന് ആവർത്തിച്ച് വരുമ്പോൾ ആ കവിതൻ്റെ ഭംഗി കൂടുന്നുണ്ടല്ലേ. ഇവിടെയും ചാന്ന് വരുന്ന വേറൊരു പാട്ടാണ്. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമിളി പറ്റി, കാച്ചി വെച്ച ചൂടുപാൽ ഓടിച്ചെന്നു നക്കി, കൊച്ചുനാക്ക് പൊള്ളിയപ്പോൾ പാവം പൂച്ച കേണു, മ്യാവു 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 അല്ലേ. ഇവിടെ ചാന്ന് ആവർത്തിച്ച് വരുന്നുണ്ട്. ഇതേപോലെയുള്ള വേറൊരു കവിതയാണ് നമ്മുടെ കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്നുള്ളതിന്. കുട്ടിയോളും കെട്ടിയോളും കാന്ന് ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ആവർത്തിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഓരോ വാക്കുകളും മാറ്റി കാന്ന് വെച്ചിട്ട് എഴുതിയത്. ഇനി ഇവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, വീടും കൂടും അല്ലേ. എന്തൊക്കെയാണ് ഈ പിക്ചറിലുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്താണ്, ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കിളികൾ കൂട് കൂട്ടുന്നുണ്ട്, തേനീച്ച അല്ലേ, ഉറുമ്പുകൾ കൂട് കൂട്ടുന്നത്. അപ്പം വീടുണ്ടാക്കുന്നവരും കൂടുണ്ടാക്കുന്നവരെയും അനുബന്ധിച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് താഴെയുള്ളത്. ഫസ്റ്റത്തെ പ്രവർത്തനം, ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഏതൊക്കെ ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ലേ, കാക്ക ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഇല്ലേ, കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? കുരുവി, കാക്ക, മനുഷ്യന്, ഉറുമ്പ്, തേനീച്ച, വേട്ടാളൻ, കടുന്നൽ അല്ലേ, ഇവരൊക്കെ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക. രണ്ടാമത്തെ പ്രവർത്തനം, വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലേ, വേട്ടാളൻ മണ്ണ് കൊണ്ട്, ഇതേപോലെ മണ്ണ് ബാത്റൂമിലൊക്കെ മണ്ണ് കൊണ്ടുള്ള ഒരു കൂട് നിങ്ങൾ കണ്ടിട്ടോ? അതാണ് വേട്ടാളൻ ഉണ്ടാക്കുന്ന കൂട് അല്ലേ, മണ്ണിൻ്റെ ഒരു കൂട് അല്ലേ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് എഴുതുക. അതിലുള്ള തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്താണ്, തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ്? അല്ലെ, തേനീച്ച എന്തുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്? തേനീച്ച മണ്ണ് കൊണ്ടാണോ? അല്ല, തേനീച്ച കൂടുണ്ടാക്കുന്നത് അതിൻ്റെ ശരീരത്തിലെ മേഘ് കൊണ്ടാണ്. അതിൻ്റെ ശരീരത്തിലൊരു മേഘുണ്ട്, ആ മേഘ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത്. ഒരുപാട് ചെറിയ അറകൾ കൂടിച്ചേരുമ്പോഴാണ് തേനീച്ചയുടെ കൂടാകുന്നത് അല്ലേ. തേനീച്ചയുടെ കൂടിൽ എന്താണ്, ചെറിയ കുറേ അറകളുണ്ട്, അതിൻ്റെ ശരീരത്തിൽ ആ മേഘ് കൊണ്ട് തന്നെയാണ് അറകൾ ഉണ്ടാക്കുന്നത്. വേട്ടാളൻ എന്താണ്, മണ്ണുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. മൂന്നാമത്തെ പ്രവർത്തനം, കൂടൊന്ന് തീർക്കാൻ കുന്നോളം ത്വരം, വീടാക്കി മാറ്റാൻ മലയോളം അല്ലേ. കൂട് തീർക്കാൻ എന്താണ്,
കുന്നോളം ഈ കവിതയിലുള്ള വരികളാണല്ലേ. കുന്നോളം പണിയുണ്ട് അല്ലെ, അധ്വാനമുണ്ട്. വീടാക്കി മാറ്റാൻ മലയോളം അധ്വാനമുണ്ട് അല്ലേ. വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം അല്ലേ. നല്ല അധ്വാനിക്കണം വീടായി മാറണമെങ്കിൽ. നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം, ചർച്ച ചെയ്യൂ അല്ലേ. നമ്മുടെ വീടുണ്ടാക്കാൻ ആരൊക്കെ ചേർന്നാലാണ് നമുക്കൊരു വീടായി മാറുന്നത്? ഏതൊക്കെ തൊഴിൽ ചെയ്യുന്നവർ സഹായം വേണം ഒരു വീടുണ്ടാക്കാൻ അല്ലേ. ആദ്യം എന്താണ്, ഇങ്ങനെ തേക്കുന്ന ആൾ വേണം, ആശാരി വേണം അല്ലേ. അത് വീടിൻ്റെ ഒരു പ്ലാൻ ആദ്യം വരക്കല്ലേ. അതിന് എഞ്ചിനീയർ വേണം അല്ലേ. എഞ്ചിനീയർ വേണം വീടിന് പ്ലാൻ വരക്കാൻ. വീട് പടുക്കാൻ കൽപ്പണിക്കാർ വേണം. മേസ്തിരി വേണം ഭിത്തി കെട്ടാനും സിമൻ്റൊക്കെ തേക്കാനും. ടൈൽ പണിക്കാർ വേണം നിലം ടൈലിടാൻ. ആശാരി വേണം വാതിൽ, കട്ടിൽ, ജനൽ, അലമാര എന്നിവ നിർമ്മിക്കാൻ. പ്ലംബർ വേണം പൈപ്പ്, ടാപ്പ് എന്നിവ നിർമ്മിക്കാൻ. ഇലക്ട്രീഷ്യൻ വേണം വയറിംഗ് പണികൾ ചെയ്യാനല്ലേ, കറണ്ടിൻ്റെ പണികളൊക്കെ ചെയ്യാൻ ഇലക്ട്രീഷ്യൻ വേണം. പെയിൻറ്റർ വേണം വീട് പെയിൻ്റ് അടിക്കാൻ അല്ലേ. അങ്ങനെ ഇങ്ങനത്തെ കുറേ ആളുകൾ പണിയെടുത്തിട്ടാണ് ഒരു വീടായി മാറുന്നത്. അപ്പോൾ എന്താണ്, അതിനൊരു കുന്നോളം അധ്വാനം ഉണ്ടല്ലേ. ഓരോ തൊഴിലിനും എന്താണ് അതിൻ്റേതായ അധ്വാനം ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഒരു വീടുണ്ടാക്കുന്നത്. നമ്മുടെ കുഞ്ഞനുറുമ്പ് കുട്ടികളും എന്ന കവിതയും അതിൻ്റെ ആശയം അതിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് സബ്ജക്റ്റുകളും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.